പെണ്ണുങ്ങൾക്ക് രാവിലെ എന്ന് പറയുന്നത് മൈൻഡ് ഒരു തിരക്ക് പിടിച്ച അവസ്ഥയിലായിരിക്കും. നേരം വെളുക്കുക, എണീക്കുക, ഫുഡ് ഉണ്ടാക്കുക, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക, വീട്ടിലെ കാര്യങ്ങൾ നോക്കുക. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നേരം വെളുത്ത് എണീറ്റ് കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റ് രാവിലെ തന്നെ ബെഡ് കോഫിയൊക്കെ ഇട്ട് മുറ്റത്തൊക്കെ പോയി ആ ചായയൊക്കെ ഒന്ന് കുടിച്ച് കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ നോക്കി അല്ലെങ്കിൽ ആ ന്യൂസ് പേപ്പറൊക്കെ ഒന്ന് വായിച്ച് നല്ല പീസ്ഫുള്ളായിരിക്കില്ല മൈൻഡ്. അതേപോലെ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ദിവസമാണ് ഇന്നത്തെ. ഇതേപോലെ ഇന്നും ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പൂരിയും മസാലയാണ്. ഇന്നൊരു തിങ്കളാഴ്ച ദിവസമാണ്, മോൾക്ക് സ്കൂളുണ്ട്. അപ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റാണ് മൺഡേ ടു ഫ്രൈഡേ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അവൾക്ക് ഇഷ്ടമാണ് പൂരി കഴിക്കാനായിട്ട്. ഇത് നമ്മുടെ ഗോതമ്പിൻ്റെ അല്ല, റവയുടെ പൂരിയാണ് കേട്ടോ. നമ്മുടെ റവ 1 ഗ്ലാസ് റവയ്ക്ക് ഒരു 1/4 ഗ്ലാസ് ആട്ടപ്പൊടി എടുക്കുക, ഗോതമ്പ് പൊടി എടുക്കുക. ഒരു ലൈറ്റ് ചൂടുവെള്ളത്തിൽ നമ്മളൊരു 5 മിനിറ്റ് അത് കുഴച്ച് വയ്ക്കുക. എന്നിട്ട് ഇതേപോലെ നൈസായിട്ട് പരത്തിയിട്ട് നമ്മൾ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, നല്ല മുരുമുരാന്നുള്ള എന്ത് കിട്ടും, പൂരി കിട്ടും. അപ്പോൾ അതിലേക്ക് കോമ്പിനേഷനായിട്ട് എപ്പോഴും ഉണ്ടാക്കാറുള്ളത് ഒരു 2 മിനിറ്റ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് ബാജിയാണ് കേട്ടോ. അപ്പോൾ അതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് കഴിയുന്ന പരിപാടി, എനിക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് പൂരി മസാലയും. അപ്പോൾ നേരത്തെ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കാവുന്ന പരിപാടിയാണ്. ഇന്ന് നമുക്ക് മീൻകറിയാണ് സ്പെഷ്യലായിട്ടുള്ളത് കേട്ടോ. അപ്പം ഓഫീസിൽ പോകുമ്പോഴും ഫുഡ് കൊണ്ടുപോകാനായിട്ടുണ്ട്. അത് നമ്മൾ തലേ ദിവസം ഇപ്പോൾ ഈ വെക്കുന്ന റൈസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് നമ്മൾ ചോറ് ഒരു 3/4 വേവൊക്കെ ആകുമ്പോൾ മാറ്റി വെച്ചിട്ട് അതാണ് കേട്ടോ പിറ്റേ ദിവസം കൊണ്ടുപോകുന്നത്, ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ മീൻകറി വെച്ചുകൊണ്ട് ആ ഒരു പണി നമുക്ക് ഒഴിവായി കിട്ടി. അപ്പോൾ രാത്രിയിൽ കുറച്ചധികം സമയമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ മീനൊക്കെ ഫ്രഷായിട്ട് വാങ്ങിച്ചൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാം. ഫ്രീ ആയിട്ടല്ല, കുറച്ച് പണി കുറവായിരിക്കും. അപ്പോൾ ഇതാ മെഴുക്ക് വരട്ടി ഉള്ളത് കോവയ്ക്ക മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണ് അത് കഴിക്കാൻ. അത് നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ട് കുറച്ച് അധികം എണ്ണയിൽ നല്ല മുരിച്ച് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. കുറച്ച് സവാള അധികമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അത് ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുള്ളൂ, പക്ഷെ എല്ലാവരും കഴിക്കും നന്നായിട്ട്. അപ്പോൾ ഇതാ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഓഫീസിലേക്കുള്ള ഫുഡൊക്കെ പാക്ക് ചെയ്ത് ഈ ഒരു സമയം കൊണ്ട് മോളൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഓഫീസിൽ പോകാനുള്ള ഒരുക്കങ്ങളാണ്. ഇന്നൊരു വെറൈറ്റിക്ക് സാരി എടുക്കാമെന്ന് വെച്ചാൽ എനിക്ക് സാരി എടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഓഫീസിലൊക്കെ പോകുമ്പോഴും വല്ല കല്യാണത്തിനൊക്കെയാണ് ട്രൈ ചെയ്യാറ്. അപ്പോൾ ഇത് ഒരുക്കമൊക്കെ കഴിഞ്ഞു, ഇനി നേരെ ഓഫീസിൽ പോകുന്ന തിരക്കാണ്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ഇട്ടേക്കണേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ.